Hey everyone, welcome to a new video. അപ്പം നീറ്റ് 2026 ഇനി നമ്മുടെ മുന്നിൽ 10 മാസക്കാലം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് പഠിക്കാനും റിവൈസ് ചെയ്യാനും മോക്ക് എക്സാം എഴുതാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ വെറുതെ ഇപ്പോൾ ലാഗാക്കി കുറച്ചായിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ലാണ്ടായി പോകും. അപ്പം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷന് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നീറ്റ് കിട്ടാതെ പോയത് എന്നതിൻ്റെ റീസൺ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എല്ലാവർക്കും പല പല കാരണങ്ങളുണ്ടാവും. നീറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ആ തെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് അത് തിരുത്തുകയാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതൊരു പേപ്പർ എല്ലാവരും എടുക്കുക. എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത് എന്ന് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ എഴുതി വെക്കുക. അടുത്ത നമ്മുടെ ടാസ്ക് എന്താ? ഇതിന് സൊല്യൂഷൻ എഴുതാം. നീറ്റ് 2026 എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും? ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കഴിഞ്ഞ വർഷം നീറ്റ് കിട്ടാതെ പോയത് മെയിനായിട്ട് 3 റീസണാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതിന് 3 ഞാൻ പിറ്റത്തെ വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ 3 പ്രശ്നങ്ങൾക്കും ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് സ്വയം കണ്ടെത്തുക. അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്തെങ്കിലും ചെറിയൊരു എലമെൻറ്റ് വിട്ടുപോയതായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ മോക്ക് എക്സാം എഴുതിയത് കുറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന വിഷയം പെർട്ടിക്കുലറായിട്ട് ഇന്ന വിഷയം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണേനു. അങ്ങനെ സെൽഫായിട്ട് അവനാൻ്റെ റീസൺ ആയിരിക്കും ഉണ്ടാവുക. അതെന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആ സൊല്യൂഷനിലൂടെയാണ് നമ്മൾ ഈ വർഷത്തെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. വൈ ആൻഡ് ഹൗ. എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയില്ല, എങ്ങനെ ഈ വർഷം പ്രിപ്പയർ ചെയ്യാം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്താൽ തന്നെ നമ്മൾക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഈ സാധനം കൊണ്ടാണ് കിട്ടാതെ പോയത്, അപ്പോൾ ഇത്തവണ ഇതൊക്കെ ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്തവണ കിട്ടും. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടും അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാവരും ചെയ്യാം. പിന്നെ അടുത്തത്, ഇപ്പോൾ എല്ലാവരും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നുണ്ടാവും. അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വെറുതെ ഇങ്ങനെ പഠിച്ചു പോകാണ്ട് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് മന്ത്ലി ഗോൾസും വീക്ക്ലി ഗോൾസും ഡെയിലി ഗോൾസൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് പ്ലാനർ ബുക്ക്. അതിനകത്താണ് നമുക്ക് ടു ഡു ലിസ്റ്റ്, ഇതുപോലെ വീക്ക്ലി ഗോൾസും മന്ത്ലി ഗോൾസൊക്കെ എഴുതേണ്ടതും പിന്നെ ചെക്ക് ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടത്. ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമുക്ക് തന്നെ ഒരു തൃപ്തി ഉണ്ടാവും പഠിക്കുന്നതിൽ. അപ്പോൾ എല്ലാവരും ഒരു പ്ലാനർ ബുക്ക് വെക്കുക. അതിനകത്ത് ഞാനിപ്പോൾ എന്ത് രാത്രി കിടക്കുന്നതിന് മുൻപ് പിറ്റേ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന് ടു ഡു ലിസ്റ്റ് എഴുതുന്നു. അതുപോലെ നല്ല നടക്കുക, എന്നാലും ഞാൻ എന്നും എഴുതും. കാരണം എഴുതിയില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കുന്നു, അത് തീർന്നു, അടുത്ത ബുക്ക് എടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാണ്ട് പോവുക. പക്ഷെ ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവും. ഞാൻ എന്നും രാവിലെ ഉറങ്ങരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്, പക്ഷെ അറിയാണ്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ഞാൻ പ്ലാൻ ഇടുന്ന സമയത്ത് പക്ഷേ അതിന് പ്ലാൻ ഇട്ടുണ്ടാവും. അതിന് കുറച്ച് ലൂസായിട്ട് പ്ലാൻ ഇടാൻ ശ്രമിക്കുക. അതായത് നമുക്കിപ്പം ഒരു ചാപ്റ്റർ പഠിക്കാൻ ചിലപ്പോൾ 1 മണിക്കൂർ മതിയാവും, പക്ഷെ 1.5 മണിക്കൂർ ഇടുക. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു തൃപ്തി കിട്ടും, ഒരു സന്തോഷം ഉണ്ടാവും. ഞാനിത് വേഗം തീർത്തു, 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഇത് തീർത്തു. ഇത് 1 മണിക്കൂർ പഠിക്കേണ്ട ചാപ്റ്ററിന് 3/4 മണിക്കൂർ കൊണ്ട് ഈ സമയം ഇട്ട് കഴിഞ്ഞാൽ ആകെ കൂടെ ടെൻഷനായി പോകും. ദിവസം തീരുമ്പം ഇഷ്ടംപോലെ ലിസ്റ്റിലുണ്ടാവും, പക്ഷെ ഒന്നും തീർന്നുണ്ടാവില്ല. നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയാന്നുള്ളത് നമുക്കറിയില്ലേ. അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാക്കിയിട്ട് ടൈം ടേബിൾ ഇടാൻ നോക്കുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ ഉറങ്ങും ചിലപ്പം, പക്ഷേ ഞാൻ കുറച്ച് അതിന് ശേഷമുള്ള സ്റ്റഡീസിലോട്ടൊക്കെ കുറച്ച് ലൂസായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഞാനതെങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പം കുറച്ചൊരു ഞാൻ രാവിലെ ഉറങ്ങിയെങ്കിൽ ഞാനതൊക്കെ തീർത്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. ഇനിയിപ്പോൾ ഞാൻ ഈ ടു ഡു ലിസ്റ്റിന് എഴുതിയില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങി, പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച് അതങ്ങനെ പഠിച്ചു പോവുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ ടൈം ടേബിൾ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ ഈ രാവിലെ പഠിക്കാൻ വിചാരിച്ച സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഞാൻ ഉച്ചക്കും വൈകുന്നേരം തൊട്ടടുത്ത
അടുത്തടുത്ത സെഷനുകളിൽ തീർക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഈ പിന്നെ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഇട്ട സാധനമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ടിക്ക് വീഴുമ്പോഴും ഒരു കോൺഫിഡൻസ് ആണ്, തൃപ്തി ഉണ്ടാവും വൈകുന്നേരം. അപ്പം ആ ഒരു ദിവസം കുറേ സമയം പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുമ്പോൾ തന്നെ രാത്രി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഡെയിലി ഗോൾസ് വെക്കുക. പിന്നെ അതുപോലെ മന്ത്ലി ഗോൾസ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ എന്തായാലും ഒരു വലിയ എക്സാം മന്ത്ലി എങ്കിലും നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ പ്ലാനർ ബുക്കിൽ നമ്മൾ പ്ലാൻ എഴുതി ഉണ്ടാക്കുക. പിന്നെ അതുപോലെ നമുക്ക് റിവിഷൻ ചെയ്യാനൊക്കെ ഇപ്പം റിവിഷൻ അത്ര വലിയ പ്രസക്തിയില്ല, കാരണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. കുറച്ചും കൂടെ എത്തുന്ന സമയത്ത് ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും മറക്കും, എല്ലാവരും മറക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ, കൂടെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓഗസ്റ്റിൽ എത്തുന്ന സമയത്ത് ജൂലൈയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്ലാൻ ഇടുക. ഇന്ന് ഞാൻ ഈ കാര്യം ചെയ്യും, നാളെ ഞാൻ ഈ കാര്യം ചെയ്യും. അങ്ങനെ ഇത് നമ്മൾ പ്ലാനർ ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളത് നടന്നു പോകും. പ്ലാൻ ഇട്ടില്ലെങ്കിൽ ഞാനത് റിവൈസ് ചെയ്യണം എന്ന് വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യം നടക്കില്ല. അപ്പോൾ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ മുന്നോട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പോകും, റിവൈസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്ലാനർ ബുക്ക് ഉണ്ടാക്കുക, മന്ത്ലി ഗോൾസ്, വീക്ക്ലി ഗോൾസ്, ഡെയിലി ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക. പിന്നെ അതുപോലെ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് മോക്ക് എക്സാം ഇപ്പം ഫുൾ മോക്കൊന്നും ഇപ്പം എഴുതണ്ട, അതൊക്കെ കുറച്ച് ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും നന്നാവുക. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളവിടെ ഫുൾ ചാപ്റ്റർ തീർന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഞാൻ ഫുൾ മോക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നിട്ട് പിന്നെ അടുപ്പിച്ച് ഡെയിലി എല്ലാ ദിവസവും എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ റിവിഷൻ പ്ലാൻ വേറെ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ സെൽഫായിട്ട് ഡെയിലി ഫുൾ മോക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് എഴുതുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഓവറോൾ എന്താ പറയുക നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. മറ്റേതിങ്ങനെ മൊഡ്യൂളായിട്ട് പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എത്തുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളത്തെ കുറച്ച് കാര്യം വിട്ടുണ്ടാവും, ഒരു 10th മൊഡ്യൂൾ എത്തുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പറ്റ മറന്നുണ്ടാവും. അപ്പം ഈ ഫുൾ മോക്ക് എഴുതുന്നതിലൂടെ എല്ലാ ഏരിയയിലൂടെയും ഒന്ന് കടന്നു പോവുക. അപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് അതിൽ കിട്ടാത്ത ടോപ്പിക് ഉണ്ടാവില്ലേ, ആ ടോപ്പിക് അപ്പോൾ പോയിട്ട് റിവൈസ് ചെയ്യുക. അതായത് എല്ലാം റാൻഡം ആയിട്ടുള്ള ഇതായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഫുൾ മോക്ക് ലാസ്റ്റിലേക്ക് ഒരു ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പോൾ തന്നെ 3 months കിട്ടും. പിന്നെ ഞാൻ ഏപ്രിലിൽ ഡെയിലി എഴുതിയിട്ടില്ലായിരുന്നു, കാരണം ഏപ്രിലിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് 1.5 എഴുതിയത്. അപ്പോൾ ബാക്കിയുള്ള ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ 1 week മോക്ക് എഴുതിയിട്ടില്ലായിരുന്നു, പഠിക്കാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ബയോളജി ഇപ്പം അവിടെ മോക്ക് എക്സാം നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാനായിട്ട് ബയോളജി മാത്രമേ എഴുതും. ഫിസിക്സ് കെമിസ്ട്രി പിന്നെ കുറേ ടൈമൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ആ സമയം കൂടി ഞാൻ പഠിക്കാനായിരുന്നു നോക്കിയത്. ലാസ്റ്റ് 1 week തുടക്കത്തിലേ എക്സാം എഴുതുന്ന സമയം കൂടെ പഠിക്കുക എന്നുള്ള മെൻറ്റാലിറ്റി ആരും ചെയ്യരുത്. കാരണം എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇക്വേഷൻസ് മറന്നു പോകാണ്ട്, ഇക്വേഷൻസ് നമ്മളെ തലയിൽ നിൽക്കുക അപ്പോഴുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ആവുക അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം ആരും സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയിലേക്കൊന്നും പോകരുത്. ലാസ്റ്റ് 1 week ഞാൻ എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെക്ക് ലിസ്റ്റ്. അപ്പം ഫിസിക്സിൽ ഇപ്പം ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫിസിക്സിൽ NCERT എക്സസൈസ് എക്സാമ്പിൾ അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തിരിക്കണം. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു പ്രോബ്ലം ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു പോയി, എനിക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ചിലപ്പം ഏതൊക്കെ ചാപ്റ്റർ ഞാൻ ചെയ്ത് കഴിഞ്ഞത്, ഏതൊക്കെ ചാപ്റ്റർ ചെയ്തില്ല എന്നൊന്നും. അപ്പോൾ അതിന് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് എല്ലാ ചാപ്റ്ററും എഴുതുക, കള്ളി വരയ്ക്കുക, എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ NCERT റീഡിങ്, NCERT എക്സാമ്പിൾ, NCERT എക്സസൈസ്, അങ്ങനെ ഓരോ കളത്തിലായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ അതിന് നേരെ കൊണ്ടുവന്ന് ടിക്ക് ഇടുക. കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളിങ്ങനെ പഠിച്ച് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്നിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഇത്തവണ കിട്ടാൻ സാധ്യത ഉണ്ട്, ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ, അപ്പോൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് കിട്ടും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തതിനൊക്കെ റെക്കോർഡിക്കലി വെക്കുന്ന സമയത്ത് അത് സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം എല്ലാവരും ഒരു പ്ലാനർ ബുക്ക് വെക്കുക, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം എന്തായാലും പ്രിപ്പറേഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് തെറ്റൊന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പം തന്നെ അല്ലേ നമ്മൾ ആ തെറ്റ് കണ്ടുപിടിച്ച് അത് ആവർത്തിക്കാണ്ട് നോക്കണ്ട. ഈ സ്ട്രാറ്റജീസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കഴിഞ്ഞ വർഷത്തെ തെറ്റ് 2025 നീറ്റ് 2025 മിസ്റ്റേക്സ് എന്ന് ഹെഡിങ് കൊടുക്കുക, എഴുതുക. 2026 നീറ്റ് ഗോൾസ് എന്തൊക്കെയാണ്, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ മിസ്റ്റേക്സിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം 2026 നീറ്റ് ഗോൾസിന് താഴെ വരേണ്ടത്.
കുറച്ച് കഴിഞ്ഞ് ഇതേപോലെ മടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും. ഞാൻ ഇന്ന ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കതൊക്കെ തീർക്കണ്ടേ എന്നൊക്കെയുള്ള വിചാരമൊക്കെ വരും. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പഠിക്കാൻ നമുക്കൊരു മോട്ടിവേഷൻ ഒക്കെ. എല്ലാവരും ഈ സ്ട്രാറ്റജീസ് എന്തായാലും ഫോളോ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം ഞാനിപ്പം ഈ ഒരു കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് ബെനിഫിറ്റ് ആയി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 100% എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും അത് ഉപയോഗപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.